ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഉള്ളിയൊന്നും വാട്ടിയെടുക്കാണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സിന്റെ റെസിപ്പീസ് ആണ്. ഒരു 3 സ്നാക്സിന്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ചിക്കൻ ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാ ചിക്കൻ ഷവർമ ചെയ്യാൻ വേണ്ടി ഞാനിതാ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഒരു ടൈപ്പിൽ കുറച്ച് വലുപ്പമുള്ള ബ്രസ്റ്റ് പീസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ എടുക്കാം. ഇനി ഇതൊന്ന് മസാല തേച്ച് വെക്കണം. അതിനു വേണ്ടി ഞാനിതാ ചിക്കനിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആയിട്ട് എടുത്തത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം, അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ കുറെ സമയമൊന്നും വേണ്ട, 15 മിനിറ്റ് മതി. 15 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. അടച്ചു വെച്ചിട്ട് ഫ്രൈ ആക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തണിഞ്ഞു വന്നിന്. അപ്പോൾ തണിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് വലിയ പീസായിട്ട് എടുത്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഷവർമൻ്റെ ചിക്കൻ്റെ ആ ഒരു ലുക്ക് കിട്ടേണ്ടിയിട്ട് അങ്ങനെ വലിയ പീസായിട്ട് തന്നെ എടുത്തതാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെറിയ ചെറിയ പീസായിട്ടാണ് എടുത്തെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്ത് വെച്ചിന്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ച് വലിയ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനിതാ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിതാ ക്യാബേജ് എടുത്ത് വെച്ചിന്. ക്യാബേജ് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ എടുത്തത്. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നേരിയതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ കക്കിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബേജ് എടുത്തതിൻ്റെ പകുതിയായിട്ടേ കക്കിരി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് വെച്ച ചിക്കന്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ കുബൂസ് എടുത്ത് വെച്ചിന്. പിന്നെ കുറച്ച് മയോണൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. മയോണൈസ് ഏതായാലും കുഴപ്പമില്ല, റെഡിമെയ്ഡ് ആണെങ്കിൽ റെഡിമെയ്ഡ് എടുക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും എടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിനോട് ഞാനിതാ ഫസ്റ്റ് ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുബൂസ് വെച്ചിന്. എന്നിട്ട് കുബൂസിന് മേലെയായിട്ട് ഈ ഒരു രീതിയിൽ മയോണൈസ് തേച്ച് കൊടുക്കാം. മയോണൈസ് നല്ലോണം തന്നെ തേച്ച് കൊടുക്കാം, എങ്കിൽ മാത്രമേ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. മയോണൈസ് നല്ലോണം തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കാബേജ് വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കക്കിരി വെച്ച് കൊടുക്കാം. പിന്നെ ഉള്ളി വെച്ച് കൊടുക്കാം. ഉള്ളി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് സെൻറ്ററിൽ തന്നെ അങ്ങനെ ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം.
അപ്പം നമ്മളെ ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് വടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് ഗ്രീൻ പീസ് 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് പുതർത്തി വെച്ചിന്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഞാനിതാ നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്ത് വന്നിന്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിന്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ടിട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇത്രയാട്ടാ ഇടുന്നത്. ഇതൊരു 3 ട്രിപ്പായിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു രീതിയിൽ ഞാനിതാ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഈ ഒരു വലുപ്പത്തിലുള്ള 4 ചെറിയ പീസ് ഇഞ്ചി ആട്ടോ എടുത്തത്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നമുക്ക് മിക്സിന്റെ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഞാൻ 2 ചെറിയ പച്ചമുളകാട്ടോ എടുത്തത്. അപ്പോൾ ഇതാ ഞാൻ അതൊന്ന് ചതച്ചെടുത്തിന്. ഇത് ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണ്ട, ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിതാ ഇത് 3 തവണയായിട്ട് ചതച്ചെടുത്തതാണ്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ചതച്ചിട്ടെടുക്കാം, അല്ലാണ്ട് പേസ്റ്റ് ആയി പോകാൻ പാടില്ല. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളിന്റെ പകുതി ആട്ടാ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഗ്രീൻ പീസിന് കണക്കായിട്ടുള്ള ഉള്ളിന്റെ അളവാട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഉള്ളി അങ്ങ് കൂടിപ്പോകാൻ പാടില്ല. കാരണം ഉള്ളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അത് നമുക്ക് ലെവലിൽ ചെയ്തെടുക്കാൻ പറ്റൂല. അതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഉള്ളി നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈവച്ചെന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് കൈവച്ചെന്നെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിന്. ഇനി നമുക്കിതൊന്ന് വടന്റെ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാനുണ്ട്. ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. നമ്മൾ പരിപ്പ് വടന്റെ ആ സെയിം ഷേപ്പിൽ അങ്ങനെ ആക്കിയിട്ടെടുക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിന്. ഇനി ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഞാനിതാ എല്ലാം ഷേപ്പ് ആക്കി എടുത്തിന്. ഈ 1 കപ്പ് ഗ്രീൻ പീസിന് ഇടയ്ക്ക് 15 വടയാട്ടാൻ ആക്കിയെടുക്കാൻ പറ്റിയത്. നമ്മൾ കുറച്ചും കൂടി ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് നമ്മൾ ഷേപ്പ് ആക്കി വെച്ച ആ വടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, കാരണം ഇത് ഉള്ളു വേവാണ്ടായി പോകും. പിന്നെ പുറംഭാഗം അങ്ങ് വല്ലാണ്ട് കരിഞ്ഞു പോകും. അതുപോലെ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണ്ട, കാരണം കുറേ നേരം എണ്ണയിൽ കിടന്നിട്ട് ഇത് വല്ലാണ്ട് അങ്ങ് ക്രിസ്പി ആയി പോകും. പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം ഫസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഞാനിപ്പോൾ ഇതാ 4 എണ്ണം ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് കുറച്ചൊന്ന് ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്ത പാട് അങ്ങനെ തിരിച്ചിടണ്ട. 1-2 തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിതാ അടുത്തതും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമ്മളെ ഗ്രീൻ പീസ് വട റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ എടുത്ത് വെച്ചിന്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇപ്പോൾ എടുത്തത് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാനിപ്പോൾ ഒന്ന് കുത്തി എടുത്തിട്ടാട്ടാ ചേർത്ത് കൊടുത്തത്. കുരുമുളകിന്റെ പൊടിയാണുള്ളതെങ്കിൽ പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ അങ്ങനെ അടുപ്പിക്കുന്നുണ്ട്. ചിക്കൻ ഞാനിതാ വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷെ അത് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക്
കാബേജ് ചേർത്ത് കൊടുക്കാം. ഞാൻ കാബേജ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിന്. ഒരു 1/2 കപ്പ് കാബേജ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിന്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലുപ്പമുള്ള ഉള്ളിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം അങ്ങനെ ചേർത്താൽ മതി. ഫസ്റ്റ് തന്നെ മയോണൈസ് അങ്ങനെ കുറേ ചേർക്കണ്ട, പിന്നെ വല്ലാണ്ട് അങ്ങ് ലൂസായി പോവും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് ഞാനിപ്പോൾ ഫ്രഷ് ചെയ്തത് തന്നെ കേട്ടോ ചേർക്കുന്നത്. കുരുമുളകിന് പൊടിയല്ല, പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അങ്ങ് കൂടി പോണ്ട, കാരണം ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിന് നമ്മൾ. പിന്നെ ഇതേപോലെ മയോണൈസും കൂടി ഇതിൽ ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിന്. ഞാനിതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിന്. ഇനി ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ്ട് വേണമെങ്കിൽ അങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതാട്ടാ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് തോന്നൽ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 സൈഡും ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് പാനിലെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിതാ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിന്. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിതാ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നാക്സ് എല്ലാം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.